പഴമക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. വുഡൻ ഫ്ലോറിങ് അല്ലെങ്കിൽ വുഡൻ മച്ചുകൾ, തടി ഡോറുകൾ, വിൻഡോകൾ എല്ലാം ഏറ്റവും നല്ലതാണ് വീടിന് എന്നുള്ളത്. അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അന്തസ്സ് എന്ന് പറയും. പക്ഷേ പുതിയ കാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് വുഡൻ ഫ്ലോറിങ് ഇപ്പം നമുക്ക് ഹാർഡ് വുഡിലുള്ള ഫ്ലോറിങ്ങുകളൊക്കെ തന്നെ വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ തന്നെ വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ച് ആൾക്കാർ ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. കൂടുതലായിട്ടും ആൾക്കാരോട് ചോദിക്കുമ്പോഴൊക്കെ തന്നെ പറയും വുഡൻ ഫ്ലോറിങ് അത് കിടക്കത്തില്ല, അത് പെട്ടെന്ന് തന്നെ നാശമായി പോകും, അല്ലെങ്കിൽ അത് എക്സ്പെൻസീവാണ് എന്ന് പറയും. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് വുഡൻ ഫ്ലോറിങ്ങുകളെ കുറിച്ചാണ്. വീട് വിചാരത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ടൈല് കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലോറിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമ്മൾ കുറച്ച് വുഡൻ ഫ്ലോസിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡിസൈൻ സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു വുഡൻ ഫ്ലോറിങ് നമ്മുടെ ഒരു വീടിൻ്റെ ഒരു പോർഷനിൽ ഇടുക എന്നുള്ളതല്ല. നമ്മുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വുഡൻ ഫ്ലോറിൻ്റെ ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വുഡൻ ഫ്ലോറിങ്ങിൻ്റെ എക്സ്പേർട്സിനെ തന്നെ നമ്മൾ സമീപിക്കണം. വുഡൻ ഫ്ലോറിങ് ഒത്തിരിയധികം കാറ്റഗറികളിലുണ്ട്. അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ എക്സ്പേർട്സിനെ തന്നെ നമ്മൾ സമീപിക്കണം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നാട്ടകത്തുള്ള വുഡ് ആൻഡ് എസ് എന്നുള്ള വുഡൻ ഫ്ലോറിങ്ങിൻ്റെ എക്സ്പേർട്സിൻ്റെ കമ്പനിയിലാണ്, അവരുടെ ഷോപ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. വുഡൻ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണുള്ളത്. 1 ലാമിനേറ്റഡ് ഫ്ലോറിംഗ്, 2 എൻജിനീയർഡ് വുഡ് ഫ്ലോറിംഗ്, 3ാമത് വരുന്നത് നമ്മുടെ ഹാർഡ് വുഡ് ആയിട്ടുള്ള ഫ്ലോറിംഗ്. ആദ്യം നമുക്ക് നോക്കാം ലാമിനേറ്റഡ് ഫ്ലോറിംഗ് എന്നുള്ളത്. ലാമിനേറ്റ്സ് ആണ് നമുക്ക് ഇന്നിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2-3 ക്ലാസ് ആയിട്ട് വരും. അതായത് AC 1 to 6 എന്നുള്ളതാണ്, AC 6 എന്നുള്ളതാണ് ഈ ക്ലാസിഫിക്കേഷനെ നമ്മൾ പറയുന്നത്. AC 1ഉം 2 ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചൺ കബോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ഫ്ലോറിംഗ് തുടങ്ങുന്നത് AC 3 തൊട്ട് AC 6 വരെയാണ്. അബ്രിവേഷൻ കാറ്റഗറി എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വുഡൻ കോഴ്സിൻ്റെ അബ്രിവേഷൻ്റെ തിക്നെസ്സിനനുസരിച്ചാണ് നമ്മൾ ഓരോ കാറ്റഗറികളിൽ നമുക്ക് വരുന്നത്. AC 3, AC 4 ആണ് നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. AC 3 ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി. പക്ഷേ ഇന്ന് നമുക്ക് AC 4 എന്നുള്ള കാറ്റഗറി, അത് വുഡൻ ഫ്ലോറിങ്ങിന് ബെസ്റ്റ് കാറ്റഗറിയാണ്. ആ കാറ്റഗറി നമുക്ക് AC 3യുടെ പ്രൈസിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിൻ്റെ പ്രൈസിങ് റേഞ്ച് എന്നുള്ളത്. നമുക്ക് ടൈൽസൊക്കെ തന്നെ നമുക്ക് 40 രൂപ തൊട്ട് 100 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്കുള്ളിൽ കിട്ടുമല്ലോ. എൻ്റെ ഈ വുഡൻ ഫ്ലോറിങ് ചെയ്യണമെങ്കിൽ നല്ല പ്രൈസിങ് ആവുക എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് AC 4 കാറ്റഗറി ഇന്ന് 115 രൂപ മുതൽ 390 രൂപ വരെയുള്ള റേഞ്ചിലേക്ക് നമുക്ക് പല റേഞ്ചിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് കിട്ടും. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും പല കളർ ഓപ്ഷൻസിലുള്ള AC 4 മെറ്റീരിയൽസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആണ്. ഇത് പല ഷെയ്ഡ്സിലുള്ള വാൾനട്ട്, അതുപോലെ ഓക്വുഡ്, ആംബർ ഓക്ക്, ഗോൾഡൻ കളേഴ്സ്, അങ്ങനെ പല കളേഴ്സിലുള്ള വുഡൻ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം തന്നെ നമുക്ക് AC 3, AC 4 കാറ്റഗറിയിൽ വരുന്ന വുഡൻ ഫ്ലോറിങ്സ് ആണ്, മെറ്റീരിയൽസ് ആണ് അവൈലബിൾ. ഇതെല്ലാം തന്നെ നമ്മുടെ ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ് കോട്ടിംഗ് വെച്ചിട്ടുള്ള ഫിനിഷിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇനി രണ്ടാമതൊരു കാറ്റഗറി, അതായത് ഹെവി ആയിട്ടുള്ള ട്രാഫിക്കുള്ള എയർപോർട്ട്സ്, ലിഫ്റ്റ് എന്നീ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ AC 5, AC 6 കാറ്റഗറി നമുക്ക് ഉണ്ട്. അതിൻ്റെ ഡിസ്പ്ലേയും നമുക്ക് ഇവിടെയുണ്ട്. അതായത് നമ്മൾ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഹെവി കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമുക്കൊരു ലിഫ്റ്റിനകത്ത് നമുക്ക് വുഡൻ ഫ്ലോറിംഗ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാറ്റഗറീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് പക്ഷേ ഇച്ചിരി കൂടുതലാണ്. കാരണം നമുക്ക് വളരെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതും ഹെവി ട്രാഫിക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള പ്രൊഡക്ട്സാണ് AC 5, AC 6 എന്ന് പറയുന്നത്. അതിന് നമുക്ക് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 220 രൂപ തൊട്ട് 450 രൂപ വരെയാണ് നമുക്ക് റേഞ്ചസ് നമുക്ക് വരുന്നത്. ഇത് പല കമ്പനികൾ നമ്മുടെ ഈ വുഡൻ ഫ്ലോറിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ എൻജിനീയർഡ് വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത ടൈപ്പ് ഓഫ് വുഡൻ ഫ്ലോറിങ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ക്വാളിറ്റി ഉള്ളതും ആയിട്ടുള്ള ആണ് എൻജിനീയർഡ് വുഡ് എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് വുഡ് എടുത്ത് ട്രീറ്റ് ചെയ്തിട്ടുള്ള എന്നിട്ട് ലാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലോറിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നേരത്തെ കണ്ട ലാമിനേറ്റഡ് ഫ്ലോറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് 8 mm തിക്നെസ് ആയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന നമ്മുടെ എൻജിനീയർഡ് വുഡ് ആകുമ്പോഴത്തേക്ക് അത് 14 mm to 15 mm തിക്നെസ്സിൽ വരുന്ന ഷീറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വാട്ടർ പ്രൂഫാണ്, വെതർ പ്രൂഫാണ്. തീർച്ചയായും വളരെ നല്ലൊരു മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റേഴ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല ഒരു ചോയ്സായിട്ടുള്ളതാണ്.
നമുക്ക് പല പല യൂസുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെയർസൊക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഫ്ലഷ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ തന്നെ നമുക്ക് ത്രെഡ് റൈസർ ഒക്കെ വരുന്ന ഏരിയാസിലൊക്കെ തന്നെ ഇത്രയും പ്രോപ്പറായിട്ട് നമുക്ക് ഫ്ലഷായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ എഞ്ചിനീയർഡ് വുഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എഞ്ചിനീയർഡ് വുഡ് നമുക്ക് അടുത്തൊരു നല്ല ഓപ്ഷനാണ് നമുക്ക്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് വുഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഹാർഡ് വുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒത്തിരി അധികം വുഡുകളുണ്ട്. കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടീക്ക് വുഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓക്ക് വുഡ് യൂസ് ചെയ്യാറുണ്ട്. ടീക്ക് വുഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഏറ്റവും നല്ല ബോറിങ് ഏരിയ നമ്മൾ വെക്കുന്നു. നമ്മൾ അതിൻ്റെ ചെയ്യാനുള്ള സമയം നമുക്ക് കൂടുതലാണ്. നമുക്ക് ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയർഡ് വുഡ് ഫ്ലോറിംഗ് ആയിക്കോട്ടെ, നമുക്കൊരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഒരു പോർഷന് അല്ലെങ്കിൽ ഒരു സ്റ്റെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് 1 വീക്ക് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഹാർഡ് വുഡ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ ഒരു 1 മന്തെങ്കിലും അതിൻ്റെ പ്രോസസ്സുണ്ട്. നമ്മൾ ആദ്യമേ ആ 1 മന്ത് അവിടെ നമ്മൾ ആ റൂമിൽ വിരിച്ചിടണം. അത് ലേ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എക്സ്പാൻഷൻ ഗ്യാപ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. അതിൻ്റെ എക്സ്പാൻഷൻ ഗ്യാപ്സ് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് ശേഷം വേണം നമുക്ക് അതിൻ്റെ PU പോളിഷിങ് ചെയ്യാൻ, അല്ലെങ്കിൽ PU ഇംപ്രഗ്നേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഹാർഡ് വുഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അതിൻ്റെ കോസ്റ്റും നമുക്ക് കൂടുതലാണ്. നമുക്കൊരു ടീക്ക് വുഡ് ഫ്ലോറിംഗ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 750 rupees per square feet എബോവ് ആണ് നമുക്കതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എക്സ്പെൻസിനകത്ത്, നമ്മുടെ ബഡ്ജറ്റിനകത്ത് നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഹാർഡ് വുഡ് ഫ്ലോറിങ് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത് പോളിഷ് ചെയ്ത് നമ്മൾ നല്ലതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് 20 years 30 years ഒക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ എഞ്ചിനീയർഡ് വുഡും അതുപോലെ ലാമിനേറ്റഡ് വുഡും നല്ല ലൈഫ് കിട്ടുന്ന പ്രൊഡക്ട്സാണ്. നല്ല രീതിയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ടൈൽസൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുടച്ച് വൃത്തിയാക്കി കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വുഡൻ ഫ്ലോർ ആണെങ്കിൽ ഒന്ന് സ്വീപ്പ് ചെയ്ത് വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അത് തുടയ്ക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യം പോലും നമുക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ ഗ്രേഡായിട്ടുള്ള വുഡൻ ഫ്ലോറിങ്ങുകളും അവൈലബിൾ ആണ്. അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൊക്കെ ഉപയോഗിക്കുന്ന ഡെക്കുകൾ, പുറത്ത് എക്സ്റ്റേണലായിട്ടുള്ള ഇനി ഡെക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്, നമുക്ക് ഔട്ടർ കോറിഡോർ ഉണ്ടെങ്കിൽ ആ കോറിഡോറിലേക്കുള്ള പാസേജിൽ യൂസ് ചെയ്യുന്ന എക്സ്റ്റീരിയർ ഗ്രേഡും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കതും ഒന്ന് നോക്കാം. നമുക്കിവിടെ ഒരു സാമ്പിളുണ്ട്. ഇതൊരു എക്സ്റ്റീരിയർ ഡെക്കാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നത്. ചെറിയ ചെറിയ 3 ഇഞ്ചിൻ്റെ പാനൽസായിട്ടാണ് നമുക്കത് വരുന്നത്. ഇത് നമ്മൾ എക്സ്റ്റീരിയർ ഡെക്കിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം, സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം, ഔട്ട്ഡോർ കോറിഡോഴ്സിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മൾ എക്സ്റ്റീരിയറിൽ നമ്മൾ ലേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് ഓയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഈ ഷോപ്പിൽ കാണുന്ന ഈ ഡിസ്പ്ലേ ഇവിടെ 4 വർഷമായിട്ട് ഇതുപോലെ മഴയത്തും വെയിലത്തും കിടക്കുന്ന ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ്. വുഡൻ ഫ്ലോറിങ്ങിൽ എക്സ്റ്റീരിയർ ഡെക്കിന് വേണ്ടി അല്ല, എക്സ്റ്റീരിയർ വുഡൻ ഫ്ലോറിങ്ങിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈപ്പേ വുഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിടയ്ക്ക് നമുക്ക് ഓയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നല്ല ലൈഫ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് വുഡ് ആൻഡ് ഡെസിൻ്റെ മാനേജിങ് ഡയറക്ടർ, 20 വർഷമായിട്ട് വുഡൻ ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള മാണിച്ചേട്ടന് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. മാണിച്ചേട്ടാ, നമുക്ക് വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഓർത്തപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് വുഡ് ആൻഡ് ഡെസ് ആണ്. കാരണം എൻ്റെ ഒത്തിരിയധികം സൈറ്റിൽ ഒത്തിരിയധികം പ്രോജക്ട്സിൽ മാണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് ഇവിടെ വന്ന് നമ്മുടെ ഈ പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചുകളെ പറഞ്ഞു, അതിൻ്റെ ക്വാളിറ്റി റേഞ്ചുകളെ കുറിച്ച് പറഞ്ഞു. ഈ 20 വർഷത്തിനിടയ്ക്ക് ലേ ചെയ്ത പല പ്രൊഡക്ട്സും ഇവിടെ നിന്നുണ്ടല്ലോ. എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ലൈഫിനെ കുറിച്ച്, അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഫ്ലോറിൻ്റെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന ഒരു 15 years ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്ട്സ് മുതൽ ലൈഫ് ടൈം ഗ്യാരണ്ടി വരെയുള്ള പ്രൊഡക്ട്സാണ് നമുക്കുള്ളത്. നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന AC4 എന്ന് പറയുന്നത് നമ്മൾ 15 years കൊടുക്കുന്നുണ്ട്. ഇത് റെസിഡൻഷ്യൽ പർപ്പസിനാണ് നമ്മൾ ഈ വാറണ്ടി കൊടുക്കുന്നത്. കൊമേഴ്ഷ്യൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രൊജക്റ്റ് നോക്കിയിട്ടാണ് അതിന് വാറണ്ടി വരുന്നത്. ഇതിന് നമ്മൾ 15 years എന്ന് പറയുന്നത് നമ്മൾ റെസിഡൻഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന AC4 കാറ്റഗറിക്കാണ് നമ്മൾ 15 years കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി 15 to 20 years ഒക്കെ നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ഫ്ലോറിംഗ് ആണെന്ന്. ശരിക്കും ഈ ലൈഫ് ടൈം വാറണ്ടി ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ അതിൻ്റെ സർവീസ് പാർട്ട് നമ്മൾ 1 കൊല്ലം നമ്മുടേതായിട്ട് തന്നെ നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്.
നമുക്ക് ഈ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ഉണ്ട്, എഞ്ചിനീയർഡ് വുഡ് ഫ്ലോറിംഗ് ഉണ്ട്. ഇത് രണ്ടും ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബീഡിംഗ് ഒന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ എഞ്ചിനീയർ വുഡാണ് നല്ലതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ലൈഫ് വ്യത്യാസം അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ എപ്പോഴും വീട്ടിലെ ഒരു റഫ് യൂസ് അങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ ലാമിനേറ്റ് ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. എഞ്ചിനീയർഡ് വുഡിന് നാച്ചുറൽ ലുക്കും നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എഞ്ചിനീയർഡ് വുഡിന് പോകണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ചെയ്ത ഒരു ഫ്ലോറിലാണ് നിൽക്കുന്നത്. മനസ്സിലായി? ഇത് ഇപ്പോൾ ചെയ്തിരിക്കുന്നു ലാമിനേറ്റഡ് ഫ്ലോറിങ്, നമ്മൾ അപ്പുറത്ത് ചെയ്തിരിക്കുന്നു നമ്മൾ എഞ്ചിനീയർഡ് വുഡ് ഫ്ലോറിങ്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഒന്ന് പറയാമോ? കരീഷ്, നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആണ്. ഇതിൽ നമുക്ക് എത്ര മെയിൻ്റെനൻസോ അങ്ങനെയൊന്നും വരികയില്ല. എത്ര നാൾ വേണമെങ്കിലും നമ്മൾ ഇതിപ്പം 25 ഇയേഴ്സിൻ്റെ വാറണ്ടി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ആ 25 ഇയേഴ്സ് നമുക്ക് സ്റ്റെയിന്, കളർ ഫേഡിങ് എല്ലാം എന്ത് വന്നാലും നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഓക്കെ. നോർമലി ഒരു വീട്ടിൽ വരേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിനീയർഡ് വുഡാണ് നമ്മൾ അതിൻ്റേതായ കെയർ കൊടുക്കണം. ഒറിജിനൽ വുഡാണ് എന്നുള്ള ഒരു രീതിയിൽ നമ്മളത് കണ്ടുകൊണ്ട് അത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനും കുഴപ്പമില്ല. ഇപ്പോൾ ഈ 2 ഫ്ലോറും നമ്മൾ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സ് 4.5 ഇയേഴ്സ് ആകുന്നതാണ്. ഈ എഞ്ചിനീയർഡ് വുഡിന് കെയറിങ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം വല്ലതും വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെ അങ്ങനെയാണല്ലോ ആണോ ഉദ്ദേശിച്ചത്? അതോ കെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കെയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നാച്ചുറൽ വുഡിനുള്ള കെയറിംഗ്, അതായത് ലാമിനേറ്റിനകത്താണെങ്കിലും ഏത് വുഡിനാണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഒരു സ്ക്രാച്ച് വീഴാതെ നോക്കണമെന്നുള്ള, അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് ഒന്നും നമ്മൾ വെക്കില്ല. നമ്മളൊരു ചെയർ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ബുഷ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഫർണിച്ചർ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ബുഷ് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഫ്ലോറും നമുക്ക് സെയിം രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് നമുക്ക് ലാമിനേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി എന്താ പറയുക റഫായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കാറ്റഗറി AC4 എങ്കിലും നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുക, ലിഫ്റ്റിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ AC6 പോലത്തെ അല്ലെങ്കിൽ ആ ഒരു AC5 ഗ്രേഡിലുള്ളതെങ്കിലും നമ്മൾ മിനിമം യൂസ് ചെയ്യുക. എഞ്ചിനീയർഡ് വുഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി എന്താ പറയുക ഒരു നാച്ചുറൽ ഫീലിംഗ് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഫർണിച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കെയർ കൊടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ലൈഫ് കിട്ടും എന്നുള്ളതാണ് പറഞ്ഞത്. തീർച്ചയായും ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സണിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത് ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മാണിച്ചേട്ടൻ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ഇൻഡസ്ട്രിയിൽ 20 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. താങ്ക് യു. നമ്മൾ ഇത്രയും നേരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ചും അതിൻ്റെ ലൈഫിനെ കുറിച്ചും ഒക്കെ മനസ്സിലായി. ഒരു ആർക്കിടെക്ചറൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചവിട്ടുന്നത് ടൈൽഡോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ ഒക്കെ ഫ്ലോറിംഗ് ആണെങ്കിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു വുഡൻ ഫ്ലോറിംഗ് ആണെങ്കിൽ നമ്മുടെ കാലിനൊരു വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് ഒരു മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫീൽ നമുക്കുണ്ടാകും. തീർച്ചയായും വുഡൻ ഫ്ലോറിങ്ങുകൾ നമ്മുടെ വീടുകൾക്ക് നല്ലതാണ്. ബെഡ്റൂമുകളിൽ യൂസ് ചെയ്യാം, സ്റ്റെയർസിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ലിവിങ് റൂമുകളിലൊക്കെ ഒരു പ്രീമിയം ഏരിയ ഒരു പ്രീമിയം ലുക്ക് കിട്ടണമെങ്കിൽ യൂസ് ചെയ്യാം. ഡെക്കുകളിൽ യൂസ് ചെയ്യാം. നമുക്ക് വീടിനകത്ത് കോർട്ട്യാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാവരും ഒരു കൺസേൺ ഇതിന് ഒത്തിരി മെയിൻ്റനൻസ് ഉണ്ടോ, ഇതിന് മോശം പ്രൊഡക്ട്സ് ആണോ വുഡൻ ഫ്ലോറിങ്, അല്ലെങ്കിൽ ഇത് ഒത്തിരി എക്സ്പെൻസീവ് ആണോ എന്നുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രൈസിങ് മെൻഷൻ ചെയ്തു, അതിൻ്റെ ലൈഫ് മെൻഷൻ ചെയ്തു, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് മെൻഷൻ ചെയ്തു. നിങ്ങൾക്ക് വുഡൻ ഫ്ലോറിങ് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇതിനായിട്ട് അറിയാനോ ഉണ്ടെങ്കിൽ ഞാൻ വുഡ് ആൻഡ് ഡസിൻ്റെ നമ്പർ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഒരു വുഡൻ ഫ്ലോറിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.